ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഊട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു ഊട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. നമ്മൾ ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, അത് പോസ്റ്റ്പോണ്ട് ആയിപ്പോയി. അപ്പോൾ ഫൈനലി ഇന്ന് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ 4 പേരാണ് പോകുന്നത്. ഐശ്വര്യ, പ്രമീത, അർച്ചന, പിന്നെ ഞാൻ. അപ്പോൾ നമ്മൾ എൽമനോപ്പി എന്ന് പറയുന്ന ഒരു ഓഫീസിൽ നിന്ന് കണ്ടുമുട്ടിയ ഫ്രണ്ട്സാണ്. നമ്മളവിടെ ഭയങ്കര ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ വളരെ കുറച്ച് കാലയളവിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ഇത്തിരി സമയമാണെങ്കിൽ പോലും നമ്മളൊരു ഒരു ടീം അല്ലെങ്കിൽ ഒരു ബോണ്ട് നമുക്കിടയിൽ ക്രിയേറ്റായി. സോ അവിടെ നിന്ന് പിരിഞ്ഞിട്ടും നമ്മളിപ്പോഴും ആ ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ഫോർ എ ട്രിപ്പ്. അപ്പം നമ്മൾ കൽപ്പറ്റയിൽ നിന്നാണ് കാറ് കയറി. നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. കാരണം ഊട്ടിയിൽ നമുക്ക് അവിടെ ചെന്ന് ബസ്സിന് പോയി. കാരണം നമ്മൾ 2 ഡേയ്സാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 ഡേയ്സ് നമ്മൾ രാവിലെ ബസ്സിലേക്ക് ഊട്ടിയിൽ പോയി, പിന്നെ തിരിച്ചും ബസ്സിന് വരിക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളാവും, നമുക്ക് ക്ഷീണം വരും. പിന്നെ അതുമല്ല, അവിടെ നിന്ന് ഊട്ടിയിൽ നിന്ന് നമുക്ക് ടാക്സിയൊക്കെ വിളിച്ച് പോകാനാണെങ്കിൽ അതും പൈസ തന്നെയാണ്. സോ ബെറ്റർ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ കുറച്ചുകൂടി കൺവീനിയൻറ്റ്. സോ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. സോ ആദ്യം തന്നെ നമ്മൾ ഊട്ടിയിൽ കാണാൻ പോകുന്നത് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റാണ്, അല്ലെങ്കിൽ സ്യൂസൈഡ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് സീയിങ്ങിനാണ് പോകുന്നത്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ പോയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഊട്ടി ട്രിപ്പിൽ ഫസ്റ്റ് സൈറ്റ് സീയിങ് ആയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഈ ഒരു ഹോൾ ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇത് തന്നെയായിരുന്നു. ആ ഒരു വ്യൂ പോയിൻ്റ് അടിപൊളിയായിരുന്നു. സോ ഇവിടേക്കുള്ള ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 40 രൂപയാണ്. അത് അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ 40 റുപ്പീസിനുള്ള വർത്തായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് കാണാൻ പറ്റിയത്. സോ അടിപൊളിയായിരുന്നു ആൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഇത്. നമ്മൾ സാറ്റർഡേ ആണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ യൂഷ്വലി സാറ്റർഡേ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്കധികം ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്ലാനിങ് എല്ലാം ഓൾമോസ്റ്റ് സക്സസ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ വ്യൂ പോയിൻ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇനി കാണാൻ പോകുന്നത് പൈക്കര വാട്ടർഫോൾസാണ്. സോ അതിന് നമ്മളൊരു ബഗ്ഗിയിലാണ് അതിൻ്റെ എൻട്രിയിലേക്ക് പോയത്. ബഗ്ഗീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്കറിയില്ലായിരുന്നു അത് ബഗ്ഗില്ലാതെയും പോകാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. ബട്ട് വി തോട്ട് ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വിചാരിച്ച് നമ്മൾ ബഗ്ഗിലൊക്കെ കയറിയിരുന്നു പോയി. പക്ഷേ കുഴപ്പമില്ല, ആ ബഗ്ഗിക്ക് ഒരു 25 റുപ്പീസാണ് ആയത്. ഒരു വെയിൽ കൊണ്ട് നടക്കാതെ അത്രയും കഴിഞ്ഞല്ലോ, അങ്ങനെ വിചാരിക്കാം. സോ പൈക്കര വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി ഫീസും 40 രൂപയാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു നോർമൽ വാട്ടർഫോൾ, ഒരു നോർമൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അങ്ങനെ പറയാം. വാട്ടർഫോൾസൊന്നും എനിക്ക് തോന്നുന്നു നമ്മൾ വയനാടൊക്കെ ഉള്ള വാട്ടർഫോൾസിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു ലേക്ക് വ്യൂ പോലെ ഒരു വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ വെയിലൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു പീസ്ഫുൾ മൊമെൻ്റ് തന്നെയായിരുന്നു അവിടെ പോയപ്പോഴും ഉണ്ടായിരുന്നത്. ബട്ട് എനിക്കിപ്പോഴും വ്യൂ പോയിൻ്റ് തന്നെയാണ് വർത്തായിട്ട് മുന്നിൽ നിൽക്കുന്നത്.
വിജയ് അണ്ണൻ അണ്ണൻ വിജയ്. നെക്സ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഷൂട്ടിംഗ് പോയിൻ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ മുന്നിലെത്തിയപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ മല കണ്ടപ്പോൾ നമുക്ക് കുറച്ച് ടയേർഡായി. കാരണം അത് കയറാനുള്ളൊരു ആരോഗ്യം കുറച്ച് കുറഞ്ഞു പോയി. കാരണം വിശക്കുന്നുണ്ടായി. നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി കയറി നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവിടെ അടുത്തുള്ള ഹോട്ടൽ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കയറിയത്. നല്ല ഫുഡായിരുന്നു, അഫോർഡബിൾ ആയിരുന്നു ഫുഡ്. അത് നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ബോട്ടിങ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. അത് 25 റുപ്പീസാണ്. ബോട്ടിങ് ചെയ്യാൻ വേറെ റേറ്റാണ് കേട്ടോ, അത് വേറെ തന്നെയാണ്. സോ എന്തോ ഭാഗ്യം നമ്മൾ എൻട്രി ഫീസ് എടുത്ത് നമ്മൾ ബോട്ടിങ്ങിൻ്റെ ലൈന് നിൽക്കുന്ന സമയത്ത് തന്നെ നല്ല മഴ പെയ്തുകൊണ്ട് നമുക്ക് ബോട്ടിങ് അന്ന് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് കഴിച്ചിലായതാണ്. കാരണം ഇൻ കേസ് നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടാണ് മഴ പെയ്തെങ്കിൽ ആ ടിക്കറ്റ് വൃത്തിയായി പോയേനെ. ബട്ട് ആ ഒരു മഴ പെയ്ത ഒരു മൊമെൻറ്റ് നമ്മൾ കുറേ എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് നല്ലൊരു വെൽ സ്പെൻഡ് ടൈമായിരുന്നു അത്. അങ്ങനെ നമ്മളിനിയിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇരുടാവാനായി. സോ നമ്മൾ വേഗം റൂമിൽ പോകാൻ വിചാരിച്ചു. ഉള്ള ടൈം അങ്ങ് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മൾ 2 സ്ഥലമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ 2 സ്ഥലത്ത് കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ റൂമിലെത്തിയത് നേരെ ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തു. കാരണം ഓൾറെഡി അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. ഇനിയിപ്പം കാണാൻ പോകാനൊന്നും പറ്റില്ല, കാരണം എല്ലാത്തിനും ക്ലോസിങ് ടൈമൊക്കെ ആയിട്ടുണ്ടാവും. സോ ഇനിയിപ്പം ഇന്നത്തെ രാത്രി നമുക്ക് റെസ്റ്റ് ചെയ്യാം, അത് തന്നെയുള്ളൂ ഓപ്ഷൻ. സോ അതുകൊണ്ട് ഞങ്ങൾ റൂമിലിരുന്നു. റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഊട്ടീൻ്റെ സിറ്റി ആണെന്ന് തോന്നുന്നു അത്. കാരണം കൂടുതലും വീടുകളും ബിൽഡിങ്സൊക്കെയാണുള്ളത് വ്യൂ പോയിന്റിൽ. പ്രകൃതി രമണീയമായ വ്യൂ ആയിരുന്നില്ല, ബട്ട് അതൊരു രസം ഉണ്ടായിരുന്നു ശരിക്കും. നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇനിയിപ്പം ഡിന്നർ കഴിക്കണം. സോ ഇവിടുത്തെ ഹോട്ടലിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതെ ഡൊമിനോസ് പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ പിസ്സ വരുന്ന ടൈം കൊണ്ട് നമ്മൾ വിചാരിച്ചു റൂമിൽ തന്നെ ഇരിക്കണ്ട, ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റൂമിൽ പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നു. പക്ഷെ നല്ല തണുപ്പായിരുന്നു. ലൈക്ക് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം നടക്കാൻ നിന്നില്ല, വേഗം റൂമിലേക്ക് തന്നെ പോയി. റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ പറയത്തക്ക തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. സ്വെറ്റർ ഇട്ടപ്പോൾ തന്നെ അത് ഓക്കെ ആയിരുന്നു തണുപ്പ്. ലൈക്ക് വിറയ്ക്കാൻ മാത്രം തണുപ്പൊന്നും മഴ പെയ്തിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ശരിക്കും ഒരു ഊട്ടി തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബട്ട് സാഡ്ലി എനിക്ക് തലവേദന വന്നുപോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തലവേദന വന്നതുകൊണ്ട് 8:30 ആയപ്പോൾ തന്നെ ഞാൻ കിടന്നുറങ്ങി. സോ ഡേ 2 ആയി. അപ്പം ഇന്നാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതും. അപ്പം ഇന്നാണ് നമ്മൾ മാക്സിമം കാണേണ്ടതും തീർക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ബോട്ടിങ് ചെയ്യാനുണ്ട്, അതെന്തായാലും ചെയ്യണം. കാരണം നമുക്ക് ടോയ് ട്രെയിൻ വിചാരിച്ചിട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബുക്ക്ഡായി. അപ്പം ഇതെങ്കിലും എന്തായാലും ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതായിരുന്നു. ഇന്നലെ വന്നപ്പോൾ തന്നെ ടയേർഡായതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് ഞങ്ങൾ നിന്ന റൂം. എനിക്ക് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി, ബട്ട് ദെൻ റൂം കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. കാരണം കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. നമ്മളെ പറ്റിച്ചതാണോ എന്താണെന്നൊന്നും അറിയില്ല. ബട്ട് എനിവേസ് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ പോട്ടേന്ന് വിചാരിച്ചു. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് അവിടെ എൻട്രി ഫീസ് 100 രൂപയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഫീ നമുക്ക് വന്നിട്ടുള്ളത്. 100 രൂപ ഉണ്ടായിരുന്നു.
പക്ഷേ ആ 100 രൂപേൻ്റെ വേർത്തായിട്ടുള്ള കാണാനുള്ളത് ഉണ്ട് അവിടെ. അവിടെ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ട്. ആ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലാണ് ഏറ്റവും ഭംഗിയുള്ളത്. പൂക്കൾ കൊണ്ട് എന്താ പറയുക, ഭയങ്കര കാണേണ്ട കാഴ്ച തന്നെയാണ്. പൊതുവേ എനിക്ക് ഈ ചെടികളോടൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. നമുക്ക് ചെടികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണാനും ഉണ്ട്, രസിക്കാനുള്ളതെല്ലാം ഉണ്ട്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. സോ അതായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വ്യൂസ്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി നമ്മൾ പോകുന്നത് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി നമ്മൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ബോട്ടിങ് ചെയ്യാൻ 4 പേർക്ക് 400 സംതിങ് എന്തോ ആണ് റേറ്റ്. പക്ഷേ വലിയൊരു ക്യൂ ആണ്. അതായത് ഇന്നൊന്നും കഴിച്ചില്ലാവില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ നമ്മളടുത്തൊരു ആൾ വന്നിട്ട് പറഞ്ഞു ലൈൻ നിൽക്കാതെ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ കോസ്റ്റ്ലി ആണ്, ബട്ട് ലൈൻ നിൽക്കണ്ട, പെട്ടെന്ന് കാര്യം കഴിയും, അവരെന്നെ തുഴഞ്ഞോളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ തന്നെ ചവിട്ടിയിട്ടുള്ള ബോട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഒരു വലിയ ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതങ്ങ് എടുത്തു. സോ നമുക്ക് ബോട്ടിങ്ങിനായത് മൊത്തത്തിൽ 800 റുപ്പീസാണ്. 600 ബോട്ടിങ്ങിനും 200 അയാൾക്കും വേണ്ടിയിട്ട് കൊടുത്തു, അതായത് തുഴയുന്ന ആൾക്കും കൊടുത്തു. അങ്ങനെ ഒരാൾക്ക് 200 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ലൈൻ നിൽക്കാതെ കഴിഞ്ഞു. നമുക്കധികം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ആ ഒരു മൊമെൻറ്റ് ശരിക്കും എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഞാൻ വെള്ളത്തിലിങ്ങനെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ് വെള്ളത്തിൻ്റെ നടുവിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതും വേർത്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. സോ ഇവിടുത്തെ ടിക്കറ്റ് ഫീസും 40 രൂപയാണ്. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ആൻഡ് ദിസ് ഈസ് അവർ ലാസ്റ്റ് സ്പോട്ട്. ഇത് കഴിഞ്ഞ് നമ്മളിനി സ്പോട്ടൊന്നും കാണുന്നില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. സോ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പൈൻ ട്രീൻ്റെ ഉള്ളിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു ലേക്ക് വ്യൂ ആയിരുന്നു. ഈ ലേക്ക് വ്യൂവിൻ്റെ അടുത്ത് എത്തിയപ്പം നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലൊരു ഫീലായിരുന്നു.
അത്രയ്ക്കും ഭംഗിയായിരുന്നു. ആ ഒരു ലേക്കും ആ ലേക്കിൻ്റെ ആ ഒരു വ്യൂവും സ്കൈയും എല്ലാം അവിടെ എത്തുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു എന്താ പറയുക ഒരു വ്യൂ ആണത്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ പൈൻ ട്രീ ജസ്റ്റ് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതും നല്ല രസമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. സോ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും കുറച്ച് എന്താ പറയുക ഡൗൺ ആയി. ബിക്കോസ് ഒന്നാമത്തെ കാര്യം ട്രിപ്പ് കഴിഞ്ഞു എന്നുള്ളൊരു വിഷമം, രണ്ടാമത് ഇതെല്ലാം കൊണ്ടും ടയേർഡായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കൊരു ഫുഡൊക്കെ കഴിച്ചു, മെല്ലെ വീട്ടിലേക്ക് വിട്ടു. അപ്പം അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വ്ളോഗ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ.